യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്ന ആരാധനയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നമുക്ക് പ്രത്യേകമായി ഇന്നീ ദിനം നാം നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായുള്ള നൊവേന നാളെ വൈകിട്ട് ആരംഭിക്കുകയാണ്. പ്രത്യേകമായും അമ്മയുടെ കരങ്ങളിലൂടെ ദൈവകരങ്ങളിലേക്ക് ഈ തിരുനാളുമായി ബന്ധപ്പെട്ട എല്ലാ നിയോഗങ്ങളെയും നമുക്കിന്ന് സമർപ്പിക്കാം. ഇന്ന് ആൻജിയോപ്ലാസ്റ്റി വിധേയനായ ലിസി ആശുപത്രിയിൽ കഴിയുന്ന നമ്മുടെ ഇടവകയിൽപ്പെട്ട ഒരു സഹോദരനെ പ്രത്യേകമായി സമർപ്പിക്കാം. സൗഖ്യം ലഭിക്കുവാൻ, ആരോഗ്യവാനായി തിരികെ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുവാൻ വേണ്ടി ആസ്റ്റർ മെഡിസിറ്റിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലുള്ള ഒരല്പം ക്രിട്ടിക്കലായ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സഹോദരനെ നമുക്ക് പ്രത്യേകമായി ഇന്ന് സമർപ്പിക്കാം. മാനസികമായ സമ്മർദ്ദങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിൻ്റെ ചില കാര്യങ്ങളുണ്ട്. ആ കുടുംബത്തെ ഓരോ അംഗത്തെയും പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മകൻ്റെ വിസ ശരിയാക്കുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ പ്രത്യേകമായി നമുക്ക് ഓർക്കാം. മകൾ നല്ല രീതിയിൽ ജീവിക്കുവാൻ, ജീവിതത്തെക്കുറിച്ച് നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഒരമ്മയുടെ പ്രത്യേകമായ നിയോഗങ്ങളെ നമുക്ക് ഓർക്കാം. ജോലിക്കൊന്നും പോകാതെ മടിപിടിച്ച് വീട്ടിൽ കഴിയുന്ന ഒരു മകനെ പ്രത്യേകമായി ഓർക്കാം. കോവിഡ് ബാധിച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി ഇടവകയിലുള്ളവരെ നമുക്ക് ഓർക്കാം. അവരുടെ കുടുംബങ്ങളെ ഓർക്കാം. അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സർവരെയും നമുക്ക് നോർക്കാം. പുരപണി പൂർത്തിയാകുവാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് ഓർക്കാം. മറ്റ് നാടുകളിൽ ജോലി ചെയ്യുന്ന, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, നാട്ടിലേക്ക് വരുവാൻ പോലും ഇപ്പോൾ സാധിക്കാത്ത ഒരു സഹോദരനെ പ്രത്യേകമായി ഓർക്കാം. അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഇന്നീ ദിനം, ഈ സായാഹ്നത്തിൽ ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് ഈ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം ചിലവഴിക്കാം. കവാടം തുറക്കും രക്ഷാകരാമോസ്തി, ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
എൻ്റെ നാഥനായ യേശുവേ, അങ്ങ് മനുഷ്യ മക്കളോടുള്ള അത്യധികമായ സ്നേഹത്താലും അനുകമ്പയാലും പ്രേരിതനായി ഞങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട്, മാടി വിളിച്ചുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ദിവ്യകൂദാശയിൽ രാപ്പകൽ വാഴുകയാണല്ലോ. ഈ അൾത്താരയിലെ ദിവ്യകൂദാശയിൽ അങ്ങ് സത്യമായും സന്നിഹിതനാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ ശൂന്യതയുടെ ആഴത്തിൽ നിന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങെനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഏറ്റവും പ്രത്യേകമായി ഈ കൂദാശയിൽ അങ്ങയെ ഞങ്ങൾക്ക് നൽകിയതിനും അങ്ങയുടെ മാതാവിനെ ഞങ്ങളുടെ മധ്യസ്ഥയായി നൽകിയതിനും ഈ ദേവാലയത്തിൽ അങ്ങയെ ആരാധിക്കാനായി ഞങ്ങളെ വിളിച്ചതിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഏറ്റവും സ്നേഹമുള്ള തിരുഹൃദയത്തെ ഞങ്ങൾ വന്ദിക്കുന്നു. ദിവ്യകാരുണ്യമെന്ന ഈ വലിയ ദാനത്തിനുള്ള കൃതജ്ഞതയാലും അങ്ങയുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും അങ്ങ് സഹിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായും എല്ലാവരാലും അവഗണിക്കപ്പെട്ടിട്ടും അനാദരിക്കപ്പെട്ടിട്ടും ലോകം മുഴുവനിലുള്ള സക്കറാരിയിൽ വസിക്കുന്ന അങ്ങയെ സ്നേഹപൂർവം ആരാധിക്കുന്നതിനായും ഈ തിരുമണിക്കൂർ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുനാഥ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അനേകം പ്രാവശ്യം അങ്ങയുടെ അനന്ത നന്മയെ തിരസ്കരിച്ചതിന് ഞങ്ങൾ മനസ്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഇനിമേൽ അങ്ങയെ വേദനിപ്പിക്കുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പിതാവേ, എനിക്കൊന്നു മാത്രം മതി, അങ്ങയുടെ പരിശുദ്ധ സ്നേഹം. മരണം വരെ നിലനിൽക്കുവാനുള്ള വരവും അങ്ങയുടെ തിരുമനസ് പരിപൂർണമായി നിറവേറ്റുവാനുള്ള കൃപയും എനിക്കിന്ന് നൽകണമേ. എല്ലാ പാപികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ രക്ഷിതാവേ, എൻ്റെ സമസ്ത സ്നേഹവും അങ്ങയുടെ ദിവ്യഹൃദയത്തിലെ സ്നേഹത്തോടൊന്നിച്ച് നിത്യപിതാവിനെ സമർപ്പിക്കുകയും അങ്ങേ തിരുനാമത്തിൻ്റെ ശക്തിയാലും അങ്ങയുടെ നാമത്തിലും അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും ഈ അപേക്ഷകൾ സ്വീകരിച്ച് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു നീ, യേശു നീ എന്ന ഗാനത്തിൻ്റെ ഈരടികൾ ആലപിച്ചുകൊണ്ട് നമുക്ക് മധ്യേ സന്നിഹിതനായിരിക്കുന്ന യേശുവിനെ നമുക്ക് ആരാധിക്കാം, പാടിപ്പുകഴ്ത്താം. യേശു നീ മരണ
സ്തുതിയും പുകഴ്ചയും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. സ്തുതിയും പുകഴ്ചയും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഈശോ തൻ്റെ ശിഷ്യരോടും വലിയൊരു ജനാബലിയോടും കൂടെ ജെറീക്കോയിലെ ഒരു പ്രധാന വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ബർത്തിമേയൂസ് എന്ന അന്ധനായ യാചകനെ കണ്ടുമുട്ടുന്നതും അയാളെ സുഖപ്പെടുത്തുന്നതും നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമയോസിൻ്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നതെന്ന് കേട്ടപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പലരും അവനെ ശാസിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. യേശു നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യത്തോടെ ഇരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ തൻ്റെ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്തെത്തി. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിക്കുകയും വഴിയിൽ അവൻ അനുഗമിക്കുകയും ചെയ്തു. യേശുവിൻ്റെ കരുണയ്ക്കായി കീണപേക്ഷ ബർത്തിമേയൂസിനെ നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ പക്കലേക്ക് ചെല്ലുവാൻ
അന്ന് അവിടുത്തെ ചുറ്റുമുണ്ടായിരുന്ന ജനക്കൂട്ടം അവന് മാർഗതടസ്സമായിരുന്നതുപോലെ ഇന്നും നമുക്കും അവിടുത്തെ സന്നിധിയിൽ എത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ട്. ഒരുപക്ഷെ അവ നമ്മുടെ രോഗാവസ്ഥകളാകാം, ആസ്വാസ്ഥ്യങ്ങളാകാം, ദുർശീലങ്ങളാകാം, മോശം കൂട്ടുകെട്ടുകളാകാം, ബലഹീനതകളാകാം. എല്ലാ പ്രതിബന്ധങ്ങളെയും എതിർപ്പുകളെയും ശകാരങ്ങളെയും വകവയ്ക്കാതെ ബർത്തിമേയൂസ് ഈശോയെ പൂർണ്ണമായി ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് നടന്നു നീങ്ങി അവിടുത്തെ പക്കലെത്തുന്നു. അതുപോലെ ആരെല്ലാം എതിർത്താലും തടസ്സപ്പെടുത്തിയാലും നിരുത്സാഹപ്പെടുത്തിയാലും ഈശോയിൽ മാത്രം ദൃഷ്ടിയുറപ്പിച്ചുകൊണ്ട് നാം തിരഞ്ഞെടുത്ത ഈശോയാകുന്ന പാതയിലൂടെ മുന്നോട്ട് പോവുക തന്നെ വേണം. അവിടുന്ന് നമ്മെ കൈവിടുകയില്ല. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ഭഗ്നാശരാവുകയില്ലെന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ഒരേ സ്വരത്തിൽ ഏറ്റുപറയാം: പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ സ്രോതസ്സായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൗഖ്യദായകനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബർത്തിമേയൂസ് അത്യുച്ചത്തിൽ പ്രാർത്ഥിച്ചു: ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഗ്രന്ഥവിവരണത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത് ബർത്തിമേയൂസിന്റെ ഹൃദയസ്പർശിയായ ഈ പ്രാർത്ഥനയാണ്. തകർന്ന ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ പ്രാർത്ഥന ഏതൊരു ശിലാഹൃദയത്തെയും അലിയിക്കുന്നതല്ലേ? സൃഷ്ടാവായ ദൈവം തൻ്റെ സ്നേഹത്തിൽ നിന്നാണ് സകലതും സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യൻ്റെ അധപ്പതനത്തിന് ശേഷം തൻ്റെ കരുണ മൂലമാണ് സകലത്തിനെയും നയിക്കുന്നതും നിലനിർത്തുന്നതും. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ കാരുണ്യത്താലത്രേ. ദൈവത്തിൻ്റെ കാരുണ്യമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആ കാരുണ്യത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ബർത്തിമേയൂസ് സുഖപ്പെടുകയും ചെയ്തു. ഈ നിമിഷം നമുക്ക് അവിടുത്തെ കാരുണ്യത്തിനായി യാചിക്കാം. നിനക്ക് സുഖപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? അവിടുത്തെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുക.
അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് അവിടുത്തെ സന്നിധിയിലേക്ക് കുതിച്ചു ചാടിയെത്തിയെന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്ക് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കാത്തത്? വിശുദ്ധ കുർബാന ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. തിരുവചന പാരായണം നടത്തുന്നുവെങ്കിലും അവിടുത്തെ സ്വരം ശ്രവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഈ പുറങ്കുപ്പായം എൻ്റെ അഹങ്കാരമായിരിക്കും. ഒരുപക്ഷെ ഈ പുറങ്കുപ്പായം എൻ്റെ പാപാവസ്ഥകളായിരിക്കും, എൻ്റെ ബലഹീനതകളായിരിക്കും. നമുക്കതെല്ലാം ദൂരെ എറിയാം. എല്ലാ പ്രതിബന്ധങ്ങളെയും ദൂരെ എറിഞ്ഞുകൊണ്ട്, എല്ലാ തടസ്സങ്ങളെയും ദൂരെ എറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് തിരിയാം. ദൈവത്തെ ഭയപ്പെടുകയും അതേസമയം തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നതെന്ന് സങ്കീർത്തകൻ നമ്മെ എന്നും ഓർമ്മപ്പെടുത്തുന്നു. ബർത്തമയൂസിൻ്റെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ആഴമായ വിശ്വാസത്തിൻ്റെ പ്രകടനമായിരുന്നു. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. ദൈവമേ, എൻ്റെ ജീവിതത്തെ ഈ നിമിഷം ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ശിഷ്യന്മാർ അവിടുത്തോട് ഇപ്രകാരം യാചിച്ചു: നാഥ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാലും. ഈ മനോഭാവത്തോടു കൂടെ ഞങ്ങളും അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ബാഹ്യമായ പ്രകടനങ്ങളല്ല, ഞങ്ങളുടെ അങ്ങ് ദാനമായി തന്ന ഈ ജീവിതമാണ് ഞങ്ങൾക്ക് തരാനുള്ള യഥാർത്ഥമായ ആരാധന. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ആത്മാവിലും സത്യത്തിലും സർവശക്തനായ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിർമ്മലമായ ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ നവചൈതന്യം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ നിന്നും ഞങ്ങളെ തള്ളിക്കളയരുതേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്നും എടുത്തു കളയരുതേ. നിർമ്മലമായ ഹൃദയം ഞങ്ങൾ സൃഷ്ടിക്കണമേ എന്ന ഗാനത്തിൻ്റെ ഈരടിയിൽ ആലപിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നവസൃഷ്ടിയായി നമുക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താം. അവിടുത്തെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം. അവിടുത്തെ സംപ്രീതിക്ക് പാത്രമാകാം. നിർമ്മലമായ
നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളോകനാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളോകനാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. നമ്മുടെ ദൃഷ്ടി കർത്താവിൽ ഉറപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് നമ്മോട് കരുണ തോന്നുന്നതുവരെ നമുക്ക് സ്ഥിരതയോടെ പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് തന്നെ സങ്കീർത്തകനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തകന്റെ പുസ്തകം 123 സങ്കീർത്തനം 1 മുതൽ 2 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുമ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ പരീക്ഷണത്തിൻ്റെ കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നിരാശപ്പെടാതെ സ്ഥിരതയോടെ തീക്ഷ്ണമായി നമുക്ക് അവിടുത്തെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവം എനിക്ക് സമീപസ്ഥനാണ്. എൻ്റെ ദൈവം അകന്നിരിക്കുന്ന ദൈവമല്ല, അവിടുന്ന് എന്നും സമീപസ്ഥനാണ്. ഞാൻ കരഞ്ഞാൽ എൻ്റെ കണ്ണുനീരൊപ്പുന്ന ദൈവമാണ്, എന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ്. നമുക്ക് പൂർണ്ണമായി അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ വചനത്തിന് അധിഷ്ഠിതമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കാം. ഈ വചനഭാഗം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തെ പരിശോധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ചെറുപ്പം മുതൽ നമ്മൾ അവിടത്തെക്കുറിച്ച് അറിഞ്ഞവരാണ്, അവിടത്തെക്കുറിച്ച് പഠിച്ചവരാണ്, അവിടുത്തെ സ്നേഹം അനുഭവിച്ചവരാണ്. പക്ഷേ വേദനയിലും പ്രയാസങ്ങളിലും ബാർത്തമീസിനുണ്ടായിരുന്ന വിശ്വാസം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നു. അതോർത്ത് ഈ വചനഭാഗവും വായിച്ച് നാം ശ്രവിച്ചപ്പോൾ നമുക്ക് നമ്മോട് തന്നെ ലജ്ജ തോന്നുന്നുണ്ട്. ഈ നിമിഷം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഉറച്ച വിശ്വാസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ അന്ധകാരം നിറഞ്ഞ വിശ്വാസ ജീവിതത്തിന് നീ വെളിച്ചമേകണമേ, പുതുജീവനേകണമേ. കർത്താവേ, വിശ്വാസത്തിൽ ആഴപ്പെട്ട് അങ്ങേ ആത്മീയമായി സ്പർശിച്ച് സൗഖ്യം പ്രാപിക്കുവാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. എൻ്റെ വിശ്വാസക്കുറവിനെക്കുറിച്ച് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. യേശുവേ, ദാവീദിന്റെ പുത്ര, പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ. യേശുവേ, ദാവീദിന്റെ പുത്ര, പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ. യേശുവേ, ദാവീദിന്റെ പുത്ര, പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ.
ഉറച്ച വിശ്വാസത്തോടു കൂടെ നമുക്ക് അവിടുത്തെ അനുഗ്രഹത്തിനായി, ആശീർവാദത്തിനായി നമ്മെ തന്നെ ഒരുക്കാം. വണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി കൗദാശയേ നവ്യമീയാമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മായിനിപ്പോ ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസയോഗ്യതീ ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണമെന്നുമെന്നും പാവനമാവീതം ഔവീതം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാഹമായ കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ആമേൻ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ പരിപാവനനേ എന്നിൽ നിന്നും തിരികേടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ.
പ്രത്യേകമായി നാളെ നമ്മൾ നമ്മളുടെ തിരുനാളൊരുക്കമായുള്ള നൊവേന ആരംഭിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് ദിവ്യബലി, പ്രസംഗം, നൊവേന, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം. സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ ഇടവക്കാരനായ ബോസ്കോ കൊറയ അച്ഛനാണ് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതും വചന സന്ദേശം നൽകുന്നതും. പ്രത്യേകമായി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ദൈവാലയത്തിനകത്ത് COVID-19 പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കും വിശ്വാസികളെ നാം കയറ്റുക. ബാക്കിയുള്ളവർക്കെല്ലാം നമുക്ക് ഓൺലൈൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും IC ചർച്ച് നമുക്ക് കാണുവാനുള്ള, പങ്കുചേരുവാനുള്ള സൗകര്യമുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിനങ്ങളിൽ പ്രത്യേകമായി നമുക്ക് ഒരുമിച്ചായിരിക്കാം, അമ്മയുടെ സംരക്ഷണയിലായിരിക്കാം. ഇടവകയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏറ്റവും സ്വസ്ഥമായ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു രാത്രി ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.